നമസ്കാരം. മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. നമ്മുടെ സുരേഷ് ഗോപി നാളെ കേന്ദ്രമന്ത്രിയാകാൻ പോകുന്നു. നാളെയാണ് സത്യപ്രതിജ്ഞ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുന്നതോടുകൂടി സംസ്ഥാനത്ത് കൂടുതൽ കേന്ദ്ര ഇടപെടൽ ശക്തമാകുമെന്നാണ് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. മുമ്പ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളുടെയും വേതനം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അതിൽ നിന്നും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഡയറക്റ്റായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുവാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചിരുന്നു. അതുകൂടാതെ തന്നെ സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ 1600 രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. എന്നാൽ ആ തുക കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ നാളുകളിൽ നേരിട്ടിട്ടുണ്ടായിരുന്നത്. കൃത്യമായി നമ്മുടെ സംസ്ഥാന സർക്കാരിന് നൽകേണ്ട GST വീതവും കൃത്യമായി നൽകാത്തതാണ് അതിന് കാരണമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. കേന്ദ്രത്തിൽ നിന്നാണ് ഈ ഒരു തുക ലഭിക്കേണ്ടത്. കൂടാതെ സംസ്ഥാനത്ത് പെൻഷൻ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ 6 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര വീതത്തിനും അർഹതയുണ്ടെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിനും കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒരുമിച്ചുള്ള പെൻഷൻ തുക വിതരണമായിരുന്നു നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നത്. 2023 ജനുവരി മാസം മുതൽ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും രണ്ടാളും വേറെ വേറെ ആയിട്ടാണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. കേന്ദ്ര വീതത്തിന് അർഹതയുള്ള ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ടാണ് ഈ ഒരു തുക നിക്ഷേപിക്കുന്നത്. നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ തുകയുടെ വിതരണം നടന്നാലും കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്രവീതം കുടിശ്ശികയാടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാവിധ പെൻഷൻ വിതരണത്തിലും വലിയൊരു മാറ്റം വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇനി എല്ലാ മാസവും കൃത്യമായി കേന്ദ്ര വീതം അതാത് മാസങ്ങളിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സുരേഷ് ഗോപി ഉൾപ്പെടുന്ന കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. വിശദമായ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വാർത്തയുമായി വീണ്ടും കാണാം.